ിലോട്ട് മറ്റേ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സംഭവം എന്താന്ന് വെച്ച് ഇപ്പൊ എവിടെ നോക്കിയാലും ഈ പെണ്ണും തിരുവല്ലേ ഉള്ളൂ. കഴിഞ്ഞാൽ 65+ ഏജ് അപ്പൊ നമുക്ക് ഈ വയ്യാത്ത ആളാകുമ്പോൾ ഡയപ്പർ മാറ്റണം, അങ്ങനെ കുറെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ എണീപ്പിക്കാൻ അത് ഞാനും അമ്മയും തന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ശരിയാ, ഇവിടെ ഇത് പറയുന്നുണ്ട് തിരുവല്ല ഒരു പട്ടിക്കാടാന്ന്. അവള് പറഞ്ഞത് തെറ്റ് തന്നെ. തിരുവല്ലയിലൊക്കെ ഞാനും കുറെ പോയിട്ടുള്ള, അവിടെ നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തും നല്ല റെസ്റ്റോറന്റ് ഇല്ല. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ ഇവള് താമസിക്കുന്നിടത്ത് ചിലപ്പോ അങ്ങനെ നല്ല റെസ്റ്റോറന്റ് കാണത്തില്ലായിരിക്കും. അത് വെച്ചായിരിക്കും ഇവള് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവല്ലയിൽ താമസിച്ചുകൊണ്ട് തന്നെ തിരുവല്ലയെ കുറ്റം പറയുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അത് അവൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് അവള് പറയുകയും ചെയ്തു. പിന്നെ അത് മാപ്പ് പറയുകയും ചെയ്തു. ഒരാള് മാപ്പ് പറഞ്ഞിട്ടും പിന്നെ അയാളെ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഞാൻ കാണുന്നില്ല. ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് റിസ്ക്കിയാണ്. പിന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അമ്മയ്ക്ക് പെൻഷൻ ലിറ്ററൽ എമൗണ്ടേ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് പേ ചെയ്ത് ഒരു ആണിനെ വീട്ടിൽ നിർത്തുക എന്ന് പറയുന്ന റിസ്ക് ആയതുകൊണ്ട് നമ്മളൊരു ചർച്ചിന്റെ കീഴിലുള്ള ഒരു പാലിയേറ്റീവ് കെയറിലാണ് അച്ഛൻ ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ സ്ട്രീമിംഗിൽ കൂടി ഇവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് അവർ അച്ഛനെ അവർക്ക് രണ്ടുപേർക്ക് നോക്കിക്കൂടെയെന്ന്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും പറ്റാത്തത് കൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു കെയറിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്. എന്ന് പറഞ്ഞ് അവർ അച്ഛനെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തിയെന്നല്ലല്ലോ. അവരെ വെച്ചുകൂടെ അവരെ കൊണ്ട് പറ്റാത്ത കെയറിങ് അവരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിർത്താൻ പറ്റുന്നവരെ കൊണ്ട് നോക്കുന്ന രീതിയിലല്ലേ ചെയ്യിപ്പിക്കുന്നത്. അതൊരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എല്ലാവരും അത് മാത്രം നെഗറ്റീവായിട്ട് എടുത്ത് അത് മാത്രം കുറ്റമായിട്ട് പറയുമായിരുന്നു. ഒരു 30 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തെടുത്ത് അതിൽ നിന്നുള്ളത് നെഗറ്റിവിറ്റി മാത്രം പറയാല്ലാതെ വേറെ നല്ല കാര്യമൊന്നും അതിനെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തിരുവല്ലക്കാണ് ഒരു പ്രത്യേക പ്രയാസമാണ്. ചില ഇൻഫ്ലുവൻസ് തിരുവല്ലയിലെ കേട്ടോ, കഴിവില്ലാത്ത ചില തിരുവല്ലയിലെ ഇൻഫ്ലുവൻസ്, കഴിവില്ലാത്ത ചില ഇത് കണ്ടിട്ടാണ് അവർ ഈ ട്രിഗർ ആയത്. എന്നെ വിറ്റകം കണ്ടാൽ എങ്ങനെ ഫേമസ് ആവുക? എടാ നിങ്ങൾക്ക് ഫേമസ് ആയിക്കോ, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലടാ. ആൾക്കാരെല്ലാം കൂടെ അവളായിട്ട് അലക്കുന്ന കണ്ടപ്പോ അവൾക്ക് ദേഷ്യം വന്ന് അവള് പറഞ്ഞത്. അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഇത് കേട്ടിട്ടാണ് ആൾക്കാർ ട്രിഗർ ആയത്. പിന്നെ അവർക്ക് തോന്നി ഇവർക്ക് അഹങ്കാരം കൂടി എന്നുള്ള രീതിയിലോട്ട് വന്നു. അത് കാരണമാണ് ആൾക്കാരെല്ലാം കൂടെ എടുത്തിട്ട് അലക്കിയത്. ഇവളുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, പക്ഷെ അവൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവള് മാപ്പ് പറയുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ പൊക്കി പിടിച്ച് പഴയ കാര്യങ്ങൾ പൊക്കി എടുത്തോണ്ട് വന്ന് പിന്നെ ഒരാളെ അധിക്ഷേപിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്.